ഫ്രണ്ട്സ് വെൽക്കം ടു PSC വേൾഡ്. അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് ആദ്യഘട്ട എക്സാമിന് ഇനി 5 ദിവസം കൂടി ബാക്കിയുള്ളൂ. അല്ല, ആദ്യഘട്ടം എഴുതാൻ പോകുന്നവരുടെയൊക്കെ പഠനം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കും ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഞാനിപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് മാറ്റി നിർത്തി നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 സെക്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഓപ്ഷൻസിൽ ആവശ്യമുള്ളതിലേക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിന് ശേഷം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളുടെ, അതുപോലെ തന്നെ പിന്നത്തെ നമ്മൾ കറണ്ട് അഫയേഴ്സിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നോക്കുന്നതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ പറഞ്ഞ 3 പോർഷൻസിൽ നിന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്. ആൻസർ ജാർഖണ്ഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം. ഓപ്ഷൻസ് സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, ഹിമാചൽ പ്രദേശ്. ആൻസർ സിക്കിം ആണ് കേട്ടോ. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കണ്ട ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കുന്നതാണ്. ഓപ്ഷൻസ് കാവേരി, കൃഷ്ണ, ഗോദാവരി ഇവയൊന്നുമല്ല. ആൻസർ കാവേരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതറിയാമല്ലോ എല്ലാവർക്കും, പരുത്തിയാണ് കേട്ടോ. എന്നാൽ നമ്മളോട് ഗോൾഡൻ ഫൈബർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചണമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ് നോക്കി, ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ. ആൻസർ ഏതാണെന്നറിയോ? ബീഹാർ ആണ് കേട്ടോ. ബീഹാറിലെ ധരണി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പാർക്ക് ഗുജറാത്തിലാണ്, ചരൺക എന്ന് പറയുന്നതിൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് സോളാർ സിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്, സാഞ്ചിയിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണെന്നുള്ളതാണ്. വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ, മുദ്ര തെർമൽ പവർ സ്റ്റേഷൻ, താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ ഇവയൊന്നുമല്ല. ആൻസർ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ എന്നുള്ളതാണ്. ഇത് മധ്യപ്രദേശിലാണ് കേട്ടോ. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇത് ഗുജറാത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ തെർമൽ പവർ സ്റ്റേഷൻ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒഡീഷയിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേരാണ് കേട്ടോ. ഓപ്ഷൻസ് ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ കാക്ടസ് ഇവയൊന്നുമല്ല. ആൻസർ ഓപ്പറേഷൻ പോളോ ആണ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ ആണ്. ഓപ്പറേഷൻ വിജയ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോവ അനക്സേഷൻ അല്ലെ, ഗോവ ഇതാക്കിയ ആ ഒരു ഓപ്പറേഷൻ, ഗോവ തിരിച്ചു കിട്ടാനതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ വിജയ്. അതുപോലെ തന്നെ കാർഗിൽ വാറും ലീഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ വിജയ് പറയാണ്ട്. ഓപ്പറേഷൻ കാക്ടസ് ആക്ച്വലി മാൽഡീവ്സിൽ ഇന്ത്യൻ ആർമി നടത്തിയൊരു ഓപ്പറേഷൻ ആണ് കേട്ടോ. ദെൻ അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? ചോദ്യം ഒന്നും കൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻസ് ICAR, ICMR, CISR, CSIR. ഇത്രയാണ് തന്നിട്ടുള്ളത്. മുൻ വർഷത്തിലെ ഏതൊരു പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ CISR ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ചോദ്യം എന്താണ്? ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരാരുമല്ല. ആൻസർ ഏതാണെന്നറിയോ? മഹാത്മാഗാന്ധി ആട്ടോ. ഗാന്ധിജിയുടെ പുസ്തകങ്ങളാണ് ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അദ്ദേഹത്തിനെ കുറിച്ച് അധികം കൃതികളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, കാരണം കുറേയധികം പരീക്ഷകളുടെ ചോദിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, എന്തിനെയാണ് ഗാന്ധിജി സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത്? എന്തിനെയാണ് ഗാന്ധിജി സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം, വ്യക്തി സത്യാഗ്രഹം, നാവിക കലാപം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതോ ഒരു സംഭവത്തെ റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി സ്വരാജിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിച്ച ആണി എന്ന് വിശേഷിപ്പിച്ചത്. അത് ഏതാണെന്നറിയോ? നാവിക കലാപമാണ് കേട്ടോ. 1946 നാവിക കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഈ നാവിക കലാപത്തിനുണ്ടായ കാരണങ്ങൾ എന്താണെന്നറിയോ? ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന വർണ്ണവിവേചനം, അതുപോലെ തന്നെ മോശം തൊഴിൽ സാഹചര്യം, മോശം ഭക്ഷണം ഒക്കെ ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് ബോംബെ കലാപം എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും ഓപ്ഷൻസിൽ തരാം കേട്ടോ, ബോംബെ കലാപം. ഓക്കെ, അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ഓപ്ഷൻസ് മഹാത്മാഗാന്ധി, ജയപ്രകാശ് നാരായൺ, നാനാ പാട്ടീൽ ഇവരായിരുന്നു. ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ജയപ്രകാശ് നാരായൺ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ അസഫ് അലിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദില്ലി ചലോ പ്രസ്ഥാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദില്ലി ചലോ പ്രസ്ഥാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ബർദോളി സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, വ്യക്തി സത്യാഗ്രഹം ഇവയൊന്നുമല്ല. ആൻസർ വ്യക്തി സത്യാഗ്രഹമാണ്. 1940 കേട്ടോ ഈ വ്യക്തി സത്യാഗ്രഹം നടന്നത്. ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനത്തിൽ അസംതൃപ്തനായ ഗാന്ധിജി ആരംഭിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു വ്യക്തി സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട 3ാം നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് നോക്കാം. അസിമുള്ള ഖാൻ, നാനാ സാഹിബ്, കാലു സിംഗ് മഹാര, കൻവർ സിംഗ്. ആൻസർ അസിമുള്ള
അടുത്ത ചോദ്യം, വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു എന്നുള്ളതാണ്. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു. ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം, ജവഹർലാൽ നെഹ്റുവിന്റെ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, ഫോർവേഡ് ബ്ലോക്ക്, ഇവയൊന്നുമല്ല. ആൻസർ ഫോർവേഡ് ബ്ലോക്ക് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യൻ നാഷണൽ ആർമി ആക്ച്വലി ഫോം ചെയ്തത് രാജ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, എന്നാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത് ഫോം ചെയ്തത് സൂര്യസെൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്നുള്ളതാണ്. ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം, ആഗമാനന്ദ സ്വാമി. ഇതും മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കുന്നത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഓപ്ഷൻസ് നോക്കാം. 30 ദിവസത്തിനുള്ളിൽ, 35 ദിവസത്തിനുള്ളിൽ, 40, പിന്നെ 45 ദിവസത്തിനുള്ളിൽ. കറക്റ്റ് ആൻസർ 35 ദിവസത്തിനുള്ളിൽ എന്നാണ്. എന്നാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിലായിരിക്കും എന്ത് ലഭിക്കുക? മറുപടി ലഭിക്കുക. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 ക്ലോസ് 1 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഈ സെക്ഷൻ 8 ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. മൂന്നാം കക്ഷി വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ, ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങൾ, ദെൻ ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഏതാണെന്നറിയോ? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ് 8 ക്ലോസ് 1 പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ 65 വയസ്സ് തികഞ്ഞതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. അടുത്ത എന്താ പറഞ്ഞേക്കണേ? വിവരാവകാശ കമ്മീഷണർ സ്വമേധയായുള്ള അധികാരം ഉപയോഗിച്ച് ഏത് കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 12ാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? 12ാമത് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹീരാലാൽ സമരിയാണ്. ഓക്കെ, ബാക്കിയുള്ളവരുടെയും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാട്ടോ, ഇനി കൺഫ്യൂഷൻ ആകണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്ന യശ്വർദ്ധൻ കുമാർ സിൻഹ ഉണ്ടല്ലോ, അദ്ദേഹം 2020-23 കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ബിമൽ ജുൽക്ക 2020. ഓക്കെ, അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണെന്നറിയോ? സെക്ഷൻ 3 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, നാനി പൽക്കിവാല, കെ.എം. മുൻഷി. ആൻസർ ഏതാണെന്നറിയോ? നാനി പൽക്കിവാല. അടുത്ത ചോദ്യം, പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം. ആൻസർ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ. നെക്സ്റ്റ് ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കി, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് പോയതാണ് കേട്ടോ. അതാണ് ഞാനിവിടെ തിരുത്തി എഴുതിയിരിക്കുന്നത്. ഓപ്ഷൻസ് ആർട്ടിക്കിൾ 14, 17, 20 ഇവയല്ല. ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ലഭ്യമാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വിദേശ പൗരന്മാർക്ക് ലഭ്യമല്ലാത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ആർട്ടിക്കിൾ അത് ബൈഹാർട്ടായിട്ട് പഠിക്കണം കേട്ടോ. 15, 16, 19, 29, 30. ഓക്കെ, 15, 16, 19, 29, 30. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയിലെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് സെറ്റായിട്ട് തന്നിട്ടുള്ളത് 3 ഉണ്ടാവും അല്ലെ? ആർട്ടിക്കിൾ 14, 17, 21, 14, 17, 20, 14, 19, 21, 14, 19, 20. കറക്റ്റ് ആൻസർ ഏതാണെന്നറിയോ? 14, 19, 21. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് സെലക്ട് ചെയ്ത് പറഞ്ഞു നോക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നന്നായി തന്നെ നോക്കുക. എസ്പെഷ്യലി റൈറ്റ് ടു ഇൻഫർമേഷൻ, റിട്ടുകൾ, അതുപോലെ മൗലികാവകാശങ്ങളൊക്കെ നമ്മളോട് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും കോട്ടിങ്സ്, ഓക്കെ, ഭരണഘടനയെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള കുറേയധികം വ്യക്തികളുടെ കോട്ടിങ്സ് അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഭരണഘടനയിലെ അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ ഊർജ്ജ മേഖല, ഗതാഗത മേഖലയൊക്കെ നമ്മളോട് ജോഗ്രഫിയിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ അതിന്റെ വർഷം, ചിലപ്പോൾ കാലഗണന പ്രകാരം അതൊക്കെ ചോദിക്കാം. സ്വാതന്ത്ര്യ സമരം റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സാംസ്കാരിക നവോത്ഥാന നായകന്മാർ, അതിലത്തേക്ക് ചിലതൊക്കെ സ്പെഷ്യലായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബാക്കിയുള്ളതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും അതുപോലെ കറന്റ് അഫയേഴ്സിന്റെ ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.